ക്രാഫ്റ്റ് കമ്പനി മലയാളം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിരട്ട കൊണ്ട് എങ്ങനെ ഒരു ചെടിയുടെ രൂപം ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു വലിയ ചിരട്ടയാണ് ഇതിന് വേണ്ടത്. ഈ ചിരട്ടയുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ ഇലയുടെ ഷേപ്പ് വരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു ഇലയുടെ ഷേപ്പ് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ ഈ കാണുന്ന പോലെ വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമ്മൾ വരച്ചെടുത്ത ഇലയുടെ ആ ഷേപ്പിന് മുകൾ ഭാഗത്തായിട്ട് മുകളിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആ ഇലയുടെ ഷേപ്പിൽ. അതിനുശേഷം നമ്മുടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വൃത്തിയാക്കി എടുക്കാം. അതുപോലെ തന്നെ സോഫ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഇലയുടെ ഷേപ്പ് ലഭിച്ചിട്ടുണ്ട് നമുക്ക്. അതിനുശേഷം ആ സാധാരണ ഇലയുടെ മുകൾ ഭാഗത്തൊക്കെ കാണുന്ന ഡിസൈനിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം അതിൻ്റെ മുകൾ ഭാഗത്തു കൂടി ആ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇലയുടെ നടുഭാഗത്തുള്ള ആ വര, അതുപോലെ തന്നെ സൈഡിലോട്ടുള്ള വരകൾ അതൊക്കെ വരച്ചെടുക്കുക. അതിനുശേഷം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി വരയ്ക്കുകയാണ് വേണ്ടത്. അതായത് നമ്മളിപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചെടുത്ത ഡിസൈനിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയിട്ട് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ സൈഡിലോട്ടും നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഇലയുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വരച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കുറച്ച് ഷാർപ്പായിട്ടാവും ഉണ്ടാവുക. അത് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്നുകൂടി സോഫ്റ്റാക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ ഇലയുടെ ഷേപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 9 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ തണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു ചിരട്ടയുടെ നടുഭാഗത്ത് കൂടിയിട്ട് നമുക്ക് തണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ നടുഭാഗത്ത് കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കുക മുകൾ ഭാഗമൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡ് ഭാഗം അതൊക്കെ വൃത്തിയാക്കി എടുക്കുക. കാണുന്നത് പോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പോയി കാണുന്ന ചിരട്ട എന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്ന ചിരട്ടയാണ്. ഈ നമ്മുടെ തണ്ട് പോകുന്ന രീതിയിൽ ഒരു ഹോൾസ് ആ ചിരട്ടയുടെ മുകൾ ഭാഗത്തായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് നമ്മുടെ തണ്ട് വെച്ചതിന് ശേഷം അവിടെയായിട്ട് പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഒരു ഹോൾസ് ഉണ്ടാക്കേണ്ട രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അവിടെ വീണ്ടും ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. കാണുന്ന രീതിയിൽ ഒരു ഹോൾസ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ 3 തണ്ടുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 3 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ചിരട്ടയുടെ മുകൾ ഭാഗമൊക്കെ വൃത്തിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റാൻഡ്, 3 തണ്ടുകൾ,
അതുപോലെ തന്നെ നമ്മുടെ ഇലകൾ, പശ. ഇതെന്ന് വെച്ചാൽ ചിരട്ടപ്പൊടിയാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒക്കെ ലഭിക്കുന്ന പൊടി, ചിരട്ടപ്പൊടി ഉണ്ടാവുമല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യമാണ്. അതുപോലെ അടുത്തതായിട്ട് ഇതുപോലെ വാർണിഷാണ് വേണ്ടത്. കുറച്ച് വാർണിഷ് വേണം. ഇപ്പോൾ നമുക്ക് ഒട്ടിക്കാം. അതിനായിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ കുറച്ച് പശ തേക്കുന്നു. ഇതുപോലെ തണ്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിട്ട് വേണ്ട ഡിസൈനിൽ നമ്മുടെ ചെടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ ചെയ്യുന്നത് കൊണ്ട് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസൈനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇലയിൽ പശ തേക്കുക. അതുപോലെ തന്നെ അവിടെ വെച്ചതിന് ശേഷം കുറച്ച് നമ്മുടെ ചിരട്ടപ്പൊടി അതിന് മുകളിലിടുക. നല്ല ഉറപ്പ് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ വേഗത്തിൽ ഒട്ടുന്നതിനുമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് ചിരട്ടപ്പൊടി അവിടെ ഇട്ടതിന് ശേഷം ഒരു ഡ്രോപ്പ് പശ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ ചെടി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാർണിഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് വാർണിഷ് എടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വാർണിഷ് കൊടുക്കുക. ഇതുപോലെ മുഴുവൻ ആ ചെടി നമ്മൾ ഉണ്ടാക്കിയതിന് മുഴുവനും വാർണിഷ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിലും വേഗത്തിലും ഒരു ചിരട്ട കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ചെടി, ഏകദേശം ഒരു ചെടിയുടെ രൂപം ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ വേണ്ട രീതിയിൽ വേണമെങ്കിൽ പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് വേറെ ഡിസൈനിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനി ലഭിക്കാനായിട്ട് ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.